ഇറങ്ങോളെ. ഇറങ്ങ. എന്താ ഇത്ര വൈകിയേ? ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ ഉച്ച മുതൽ വെയിറ്റ് ചെയ്യായിരുന്നു. ബോംബെയിൽ നിങ്ങൾ എത്തണ്ടേ അച്ഛാ? ചില്ലറ ദൂരമല്ലോ ആണോ? ആ പഴയ ഉടക്കെ ഇപ്പോഴും മനസ്സിലുണ്ടാവും. Don't fear when Geet is here. Hi, Mutasha. Glad to meet you, dear Mr. Kunjuni Nair. Oh, sorry, Mutasha. We are too tired. നമുക്ക് നാളെ സംസാരിക്കാം, okay? Good night, Mutasha. നോക്കി നിൽക്കാതെ ലോറിന്ന് പോയി സാധനം എടുത്തിട്ട് ഓടാ. ഒരു വീക്ക് വെച്ചിരുന്ന് അല്ലത് എന്തത് രാവിലെ തന്നെ ഗർഭപാത്രത്തിൽ ചിച്ചു കിടക്കണ പോലെ? ഓടാടുന്ന്. എന്തോ സാഡായത്. ഇതാണ് ചെത്തുവേഷം. തുണി കൊടുക്കാതെയാണോ ചെത്തുന്നത്? ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ. അങ്കിളും മാമിന്റെ മമ്മി മമ്മി അല്ലേ കൊണ്ട് കൊടുത്തു നടന്ന് ചെറുക്കനാ. ഇപ്പതേ കാലയിൽ ബനിയനും ഇട്ടുണ്ട് നടക്കുന്നു. അല്ല, ഇതെന്താ ഈ കോലത്തില്? ഇനി മുതൽ നളിനാസിന്റെ വേഷം ഇതാണ്. കാലം നോക്കി കോലം മാറുക. അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാൻ കൺട്രി ഗേൾ, സോറി കൺട്രി വിഡോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോലിക്ക് പോയില്ലേ നീ? സ്വന്തം വാഹനമല്ല മാമി, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ടാക്സി ആയിട്ട് ഓടിക്കും. ജസ്റ്റ് ഫോർ ടൈം പാസ്, ദാറ്റ്സ് ഓൾ. അങ്കിൾ എവിടെ മാമി? അപ്പുറത്തെങ്ങാനും കാണും. चोली के पीछे क्या है, चोली के पीछे चुनरी के नीचे क्या है. ഇതേതാ വകുപ്പ്? ഡാഡിയുടെ ഏതോ ഡിസ്റ്റന്റ് റിലേറ്റീവാ. പഞ്ചാര ഫാക്ടറിയുടെ മൊത്തം ടെൻഡർ എടുക്കാൻ വന്നിരിക്കുക. നമുക്കൊന്ന് വട്ടം കറക്കിയാലോ? എന്തൊരു ടേസ്റ്റ്, എന്തൊരു കൊഴുപ്പ്. നന്നാവില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും നന്നാവില്ല. എന്നെ പോലെ ഒരു പ്രൊപ്പറേറ്ററെ സേവ് ചെയ്യാനോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. 1 ലിറ്റർ പാലിൽ 1 ലിറ്റർ വെള്ളം തന്നെ ചേർക്കണമെന്ന് ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. നാട്ടുകാരെ മുഴുവൻ പോഷകാരം നൽകി കൊഴിപ്പിച്ചടങ്ങണമെന്ന് തനിക്ക് എന്തത്ര വാശി? എന്താണോ ഒരു കാര്യം ചോദിക്കുമ്പോൾ വെളിച്ചത്ത് മുങ്ങേപ്പുറം തുറിച്ചു നോക്കണത്? അടുപ്പിന്നെടുത്ത പറകൊളി ഒറ്റ തുഴൊഴിച്ചിട്ടുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, തൊഴിലാളി തൊഴിക്കാനുള്ളതല്ലേ ഈ ശരീരം, മനസ്സിലാ? മുതലാളിക്ക് തൊഴിച്ചിലാളിക്കാനുള്ളതാണ് തൊഴിലാളി. വേറൊരു തൊഴിലാളി വരുന്നു. സാർ എവിടെ പോയിരുന്നു? അത് ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോയതായിരുന്നു. ഒരു ചൂട് പാല്. ആ എന്റെ അളിയനത് അല്ല, ഇത്ര സ്നേഹത്തിൽ പഞ്ചസാര കലക്കുന്നുണ്ട് ചോദിച്ചതാ. 1 ഗ്ലാസ് പാലിന് 1 സ്പൂൺ പഞ്ചസാര കലക്കിയാ പോരെ എന്റെ തൊഴിലാളി സഖാവേ? എന്നെ കുളം നോണ്ടി ചടങ്ങുകളിൽ ഒറ്റ എന്റെ നെയ്യായി പോയി. ഹലോ, നോ പാക്കറ്റ് ദൂത്. ദൂതോ? 2 പാക്കറ്റ് പാൽ. 2 പാക്കറ്റ് പ്യാൽ അല്ല പാൽ. പുതിയ കസ്റ്റമർ അല്ലേ? ഞാൻ ഈ രാജീവ്. ഈ എന്നുള്ളത് എന്റെ ഇനീഷ്യലാണ്. ഇതിന്റെ പ്രൊപ്പറേറ്റർ ആണ്. വായും പൊടിച്ചു നിൽക്കണ്ട, കുട്ടിക്ക് പാലെടുത്ത് കൊടുക്ക്. 2 എന്റെ തൊഴിലാളികളാ, മൈ സെർവൻസ്. ഓ, പ്രൊപ്പറേറ്റർ ആയതുകൊണ്ട് എന്നും 100 കൂട്ടം ടെൻഷനാ. ആട്ടെ, കുട്ടി എവിടത്തെ? ബയോഡേറ്റ പറഞ്ഞാലേ പാല് തരുള്ളൂന്നുണ്ടോ? ഓ, അയ്യോ അങ്ങനെയൊന്നുമില്ല. പാൽ. ഹായ്. ഹായ്. അല്ല, ഇതാര് രാധുവോ? എന്താ പാല് മേടിക്കാൻ വന്നതാ? എന്താ രാധു ഇത്? എന്തെങ്കിലും ആവശ്യം നല്ലതായിട്ടോട് പറഞ്ഞ പോരെ? ഈ നാടൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതിയാ. ഹായ് നളിനാക്ഷ്. എവിടത്തെയത്? രാധു പോയിക്കോ, ചവിട്ടി പോണേ. എന്ത് ഹായ് നളിനാക്ഷ്? അതെന്റെ ഒരു കസിനാ. ബ്ലാക്കിന് വൈറ്റ് കസിനോ? യെസ്, മൈ കസിൻ. ഇത് മാത്രല്ല, ഇതുപോലത്തെ 3 ഇനിയും വീട്ടിലുണ്ട്. പേടിപ്പിക്കല്ലേ, എനിക്കറിയാം നിന്നെ പോലത്തെ പൂവാല വർഗം ഇത് കേട്ടാൽ ഞെട്ടുന്ന്. ഇത് കണ്ട എന്തത്?
ഇതെന്റെ കാറിന്റെ മുൻ സീറ്റിൽ നിന്ന് കിട്ടിയതാ. നളിനേട്ടാ, ഐ ലവ് യു. കസിൻ. അതെ കസിൻ. ഒരു തുണ്ട് പേപ്പറിൽ റോസാപ്പൂ എന്ന് എഴുതി മണത്ത് നോക്കിയാൽ അതിന് മണം ഉണ്ടാവില്ല. പക്ഷേ ലവ് എന്ന് എഴുതിയാൽ അതിനെന്തെന്നില്ലാത്തൊരു ജീവൻ ഉണ്ടാവും. ലവ് ഫീലിംഗ്. വാട്ട് എ ഫീലിംഗ്. മോനെ നളിനാക്ഷ, നിന്റെ തലയിൽ എഴുതിയ റീഫ്ലറിന്റെ മഷി തീർന്ന എന്റെ പറമ്പിലേക്ക് ഒന്ന് അറിയണേ. മോനെ, സാഹചര്യമാണ് ഏതു മനുഷ്യനെയും കാമുകനാക്കുന്നത്. അതിൽ മൂന്നും എന്നെ ഇടിച്ചു പ്രേമിക്കുന്നുണ്ട്. അതിൽ ഏതിനെ പ്രേമിക്കുന്നുള്ള കാര്യത്തിലാണ് എന്റെ കൺഫ്യൂഷൻ. ഇത് വേണ്ട. ഏത്? ഈ സൈക്കിൾ കസിൻ. എന്താന്നറിയില്ല, ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, എന്റെ സങ്കല്പത്തിലുള്ള അതേ പെണ്ണ്, അതേ സ്മാർട്ട്നെസ്, കറന്നെടുത്ത പശുവും പാല് പോലെയുള്ള പതയുള്ള സൗന്ദര്യം. വേണ്ട, അങ്ങനെ പാരാന്റെ അകത്ത് ചെന്ന് കറക്കണ്ട. അങ്ങനെ പറയരുത്. പാലിൽ പഞ്ചസാര കലക്കി താൻ അവളെ പീഡിപ്പിക്കാൻ ഞാൻ വേണ്ടല്ലോ. തന്നെ ഞാൻ പിടിപ്പിക്കും. ഞാൻ പിടിപ്പിക്കോ? പോലീസിനോട് പിടിപ്പിക്കുന്നത്. പന്നി. ഈശ്വര, നമ്പർ വെക്കണേ. ആരാ? ഞാൻ കാമധേനു, അല്ല കാമധേനു മിൽക്ക് ബാറിന്റെ പ്രൊപ്പറേറ്റർ ഈ രാജീവൻ. എന്റെ ഇനീഷിലാണ്. ഇനീഷിലും വയസ്സും ഒന്നും ബോധിപ്പിക്കണ്ട. എന്താ വന്ന കാര്യം? ഇവിടുന്ന് ഒരു കുട്ടി എന്റെ സ്ഥാപനത്തിലെ കാലത്ത് പാല് വാങ്ങാൻ വന്നിരുന്നു. ഞാൻ ബാക്കി തിരികെ കൊടുത്തില്ലേന്ന് എനിക്കൊരു സംശയം. ഐ മീൻ ഡൗട്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. ഈ കുട്ടിയല്ല, ഈ കുട്ടിയുമല്ല. അതെ, ഈ കുട്ടി തന്നെ. കാലത്ത് പാല് വാങ്ങിക്കാൻ വന്നപ്പോൾ കുട്ടി 100 രൂപയാണോ തന്നതെന്ന് എനിക്കൊരു സംശയം. ഒരു പ്രൊപ്പറേറ്റർ എന്ന നിലയ്ക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക്. അതിനിടയിലായപ്പോ ഇങ്ങനെ ഒരു സംശയവും. സോറി, അവിഹിതമായ ഒരു ചില്ലി കാശ് പോലും ഞാൻ ആഗ്രഹിക്കാറില്ല. വെള്ളം ചേർക്കാത്ത പാല് പോലെ സത്യസന്ധമായ ബിസിനസ്. ദാറ്റ്സ് മൈ പോളിസി. കാലത്ത് നീ 100 രൂപയായിരുന്നു കൊണ്ടുപോയത്? അതെ. അമ്മേ, അല്ല, 100 രൂപയാണോ തന്നത് എന്നുള്ളത് എന്റെ മാത്രം സംശയമാണ്. അതെ, ഞാൻ 100 രൂപ തന്നെയാ തന്നെ. ശരിക്കും ഒന്നും കൂടി ഓർത്തു നോക്കി. ആ സമയത്ത് വേറെയും ചിലർ അവിടെ 100 രൂപ നോട്ടുകളുമായി വന്നിരുന്നു. ഞാൻ ശരിക്കും ഓർക്കുന്നു, 100 രൂപ തന്നെയാ തന്നത്. ഞാൻ ഇപ്പൊ കൂടി ഇവരോടൊക്കെ പറഞ്ഞതേ ഉള്ളൂ അല്ലേടി? അതെ അതെ, കയ്യിന്ന് കളഞ്ഞു പോയെന്നാ ഞാൻ കരുതിയത്. കിട്ടിയത് വലിയ ഉപകാരമായി. ഇനി തന്നേക്ക് കേട്ടോ മമ്മി. എന്ത് തന്നെ ആയാലും ബോംബെക്കാളൊക്കെ എത്രയോ സത്യസന്ധതയുള്ള നാടാ നമ്മുടെ കേരളം. കണ്ടോ, ബാലൻസ് ക്യാഷ് തരാൻ വീട് തേടി ആളെത്തി. വിരോധമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ബൈ. ഒന്ന് കൊണ്ടുവരിക. പാലോനെ, അത് പാല് കച്ചവടം ബൂത്തിൽ മതി. പാമ്പ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ നടക്കണ്ട. മനസ്സിലായോ? എന്തുവാ പൂവാ? ഈ വാരുവാക്ക പണിയെടുക്കടാ. ഈ വണ്ടി എടുക്കടാ. കാലത്ത് കണ്ടപ്പോ തന്നെ ഒരു ലൈനടിയുടെ ലക്ഷണം തോന്നി. പക്ഷെ ലൈനും വലിച്ച് കണക്ഷന് വേണ്ടി ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. ആ, നമ്മുടെ അഡ്മിഷന് വേണ്ടി ഡാഡി പുറത്തു പോയത് കൊണ്ടാ, ഇല്ലെങ്കിൽ കുടുങ്ങിയാനെ. പാവം. രാധു, എടി രാധു. ആഹാ, പിറന്നാളായിട്ട് എന്ത് ഉറക്കായത്. കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോണ്ടേ നിനക്ക്? എടി എഴുന്നേറ്റേ, എഴുന്നേറ്റേ. എന്താ മോളെ? വേണ്ട മമ്മി, മുന്നില്ലാത്തൊരു ബർത്ത്ഡേ എനിക്ക് വേണ്ട മമ്മി. മമ്മി, നമ്മുടെ മുന്നിൽ ചേച്ചി എന്തിനാ മരിച്ചത്? മോളെ മോളെ, അമ്പലത്തിൽ വരുന്നില്ലേ അവള്? എന്താ പരിപാടി? എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് അവളുണ്ടാകുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ
എല്ലാ പിറന്നാളും അവർ ഒരുമിച്ചായിരുന്നില്ലേ? Happy birthday to you. Happy birthday to you. ഒരേ ദിവസം ജനിച്ച് ഒരു കുടുംബാംഗത്തെ പോലെ കഴിഞ്ഞവർ ഒടുവിൽ ഇനിയിപ്പോ അതൊക്കെ ഓർത്തിട്ടെന്താ കാര്യം? എല്ലാം ദൈവത്തിന്റെ ഒരു ക്രൂരമായ തമാശയാണെന്ന് കരുതിയാ മതി. എടാ, മുന്നിയോടൊപ്പമുള്ള കഴിഞ്ഞ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? ഡാഡിയെയും മമ്മിയെയും വെട്ടിച്ച് ജിപ്സികളെ പോലെ അടിച്ചു പൊളിച്ച് ചെത്തി നടന്നത്. കളകരി വളയൊടു വളകരി വിരിയൊടു മിഴിക്കിളി മൊഴിയൊടു മൊഴിക്കരി തിരിയൊടു തിരിയൊടു നിറമൊടു നിറമൊഴിയൊടു ഞൊറിയല കടലോടു കടൽക്കര ഇളകി മദന നഗര ഹൃദയമലിയുകയാ. കാണാത്ത സ്വർഗം കാണുവാൻ താമന്റെ സ്വർണ്ണം പൂശുവാൻ. മധുശലഭം പോലെ പാടും ജീവിതം. ഈ നിമിഷം മോഹനം രസഭരിതം യൗവനം തിരിയൊളിയും പ്രായം തേടും പാൽക്കുടം. തലയൊടു തളകരി വളയൊടു വളകരി വിരിയൊടു മിഴിക്കിളി മൊഴിയൊടു മൊഴിക്കരി തിരിയൊടു തിരിയൊടു നിറമൊടു നിറമൊഴിയൊടു ഞൊറിയല കടലോടു കടൽക്കര ഇളകി മദന നഗര ഹൃദയമലിയുകയാ. കാണാത്ത സ്വർഗം കാണുവാൻ താമന്റെ സ്വർണ്ണം പൂശുവാൻ. ഇതിലടിയും നേരം ജന്മം മായികം. ഈ നഗരം സുന്ദരം വിധി എഴുതും മന്ദിരം
ഇതിലെരിയും നമ്മൾക്കുണ്ടോ ജീവിതം തലയോടു തളതരി വളയോടു വളക്കരി മിഴിയോടു മിഴിക്കിളി മൊഴിയോടു മൊഴിക്കരി ചിരിയോടു ചിരിയല നിറമോടു നിറമണി ഞൊറിയോടു ഞൊറിയല കടലോടു കടൽക്കര ഇളകി നഗര നഗര